ഇന്നെന്നെ കണ്ടോ? കാതിൽ നീല, നീല ബ്ലൗസ്, നീലക്കരമുണ്ട്, നീല വള, നീല ജയന്തി ചെരുപ്പ്. അതെന്റെ ചെരുപ്പല്ലേ? അല്ല അത് പിന്നെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടില് നമ്മുടെ നീല കാറ് എടുക്കാം. ഏതാ നീല കാറ്? അല്ല ആൾക്കാർ ആയിരിക്കും മകീരായിട്ട് അമ്മമ്മക്ക് എന്ത് പറ്റി? അമ്മമ്മക്ക് വട്ടായി. ഒരു ചെമ്പരത്തി പൂ കൂടി വേണമല്ലേ അമ്മേ? വീഡിയോ എടുക്കണേക്ക് മുമ്പ് ചെരുപ്പൂരി വെച്ചോളൂ, അല്ലെങ്കിൽ തലയുമ്പത്ത് വീഴും. ഇല്ല ശരിയാ പറഞ്ഞത്. അഭിനയൊക്കെ കല്ലത്താവും, എനിക്ക് താഴെ പോവും. പോവല്ലോ. എന്താ പക്കണേന്ന് അത് പറയൂ. ഇന്ന് മകീരല്ലേ, 12:30 കഴിയുമ്പോൾ മകീരം തുടങ്ങും. അപ്പൊ അതിന് വേണ്ട പുഴുക്കിന്റെ സാധനങ്ങൾ കഷ്ണങ്ങൾ മുക്കാൻ പോകുക. അതാണ് ഇന്നത്തെ ജോലി. പിന്നെ ഗോതമ്പ് കഞ്ഞിയൊക്കെ ഉണ്ടാക്കും. ഗോതമ്പ് കഞ്ഞി നിർമ്മലമായി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോരെ? പുഴുക്കിനുള്ള പയറ് അമ്മ തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചു. നോക്കൂ, ഇത്രയാണ് അമ്മ ഇട്ടേക്കണേ. പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ദേ നമ്മുടെ പുഴുക്കിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ചേന, കാച്ചിൽ, കൂർക്ക, ഏത്തക്കായ, മധുരക്കിഴങ്ങ്, കണ്ടിച്ചേമ്പ്. ഇത്രയാണ് അമ്മയ്ക്ക് കിട്ടിയേക്കണത്. അത് വെച്ച് നമുക്ക് ഇന്നത്തെ പുഴുക്കുണ്ടാക്കാം. പയറമ്മ വേവിച്ചു വെച്ചു കേട്ടോ. അമ്മ തുടങ്ങി. അത്രയൊക്കെ കയറിയാൽ മതി. എന്താണോ ഞാൻ ഡയബറ്റിക് അല്ലേ, അതാ. എന്തെല്ലാം കഥകളും അമ്മയ്ക്കു പറയാൻ, എൻ മകനെ നിന്നെ ഉറക്കാൻ. വേണോ ഉറക്കാൻ പാട്ട്? ഇതൊന്നും കൊണ്ട് ഉറങ്ങണമെന്നില്ല. ഞാൻ മകീരല്ലേ, മക്കൾക്ക് വേണ്ടിയുള്ള ഒരു പാട്ടാവാന്ന് വെച്ചു. അടിപൊളി. മധുരക്കിഴങ്ങ് മുറിച്ച് കഴിഞ്ഞു, കണ്ടിച്ചെമ്പ് മുറിച്ചു കഴിഞ്ഞു. ഇത് ചേനയുമായി അമ്മ സ്ട്രഗിൾ ചെയ്യാണ്. സ്ട്രഗിളിംഗ് ഒന്നും ഇല്ല. അമ്മ ഉറക്കെ പറയാ, മയക്കില്ല. കുട്ടികളൊക്കെ ചെവിയിൽ വെക്കണ സാധനം വെച്ച് കേൾക്കണേ, അല്ലെങ്കിൽ അമ്മ പറയണോന്ന് നിങ്ങൾ കേൾക്കില്ല. മാന്യ മഹാജനങ്ങളെ, ഇന്നലെ ഞാനിത് വാങ്ങിക്കാൻ പോയില്ല ഗ്രീൻസില്. ഞാൻ കഷ്ടപ്പെട്ടു അമ്മേ. അവിടെ ഒന്ന് എടുത്തു തരാൻ ആരുമില്ല. അപ്പോളേ എനിക്കിതെല്ലാം കണ്ടിട്ട് ഒരുപോലെ തോന്നി. ഇത് നോക്കി, ഇതിന് ഒരേപോലെ ഇരിക്കുന്നുണ്ട്, ഇത് ഒരേപോലെ ഇരിക്കുന്നുണ്ട്, അത് ഒരുപോലെ ഇരിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും മുഖത്തൊരു കറുത്ത ഇതാ. ഞാൻ അവസാനം അവിടെ ഇരിക്കണേക്ക് എടുത്തോണ്ട് പോയി അവിടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതില് റിപ്പീറ്റേഷൻ ഉള്ള സാധനങ്ങൾ ആദ്യം മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അവര് തന്നെ മാറ്റി. അതാ, അങ്ങനെയൊന്നും അവര് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇത് കാച്ചിലല്ലേ? എനിക്കറിയാം. ഇന്നലെ എനിക്ക് പറഞ്ഞു തന്നു. കാച്ചിൽ ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യം എന്താ ആ കുട്ടി പറഞ്ഞു, കാച്ചിൽ എടുക്കണില്ലായിരുന്നു. ഇതൊന്നും വലിയ കാച്ചിലിന് ചോദിച്ചു. നോക്കാം, ഇതിന്റെ മുഖത്തൊരു എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. ഏത്തക്കായ കണ്ടിക്കാൻ പോകുന്നു. ബാക്കിയൊക്കെ കണ്ടിച്ചു കഴിഞ്ഞു. ബാക്കിയൊക്കെ ഇല്ല, പൂക്ക വേണ്ടേ. ഇപ്പൊ ഏതൊക്കെ കഴിഞ്ഞു? കാച്ചില്, ചേന, മധുരക്കിഴങ്ങ്, ചേമ്പ്, കണ്ടിച്ചേമ്പ്. അതേതായിരുന്നു? ഇതൊക്കെ ഞാൻ ഇന്നലെ മേടിച്ചാണല്ലേ. ഭയങ്കര കഴിവാ എനിക്ക്. കഷ്ടപ്പെട്ട ആളോ ഇരിക്കണേ. അത്ര കഷ്ടപ്പാടില്ല, എന്നാ ഇല്ലാതെ ഇല്ല. എനിക്കുണ്ടല്ലോ നാമഞ്ചെല്ലാം ഇരിക്കണ കാരണം ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അധികം നേരം നാമഞ്ചെല്ലാണല്ലോ. അപ്പൊ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഒപ്പിക്കാം. പിന്നെ വയസ്സും പ്രായം ആണല്ലേ കുട്ടി, അത് കൂടില്ലേ. നല്ലോണം ഉരച്ച് കഴിയണം. ഈ കൈൻ്റെ കളർ കണ്ടാ? ഇത് കൊള്ളാലോ. ഇത് കളയും ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഉരച്ച് കഴുകട്ടെ നല്ലോണം. കഴുകിക്കോളൂ. അങ്ങനെ എല്ലാം കഴുകി വൃത്തിയായി വരുന്നുണ്ട്. കന്യകകൾ നിന്റെ വീഥികളിൽ രത്നകമ്പളം നീർത്തി, കാമമോഹിനികൾ നിന്നെ എൻ ഹൃദയ കാവ്യലോക സഖിയാക്കി,
മച്ചകങ്ങളിലെ മഞ്ജുശയ്യയിൽ ലജ്ജ കൊണ്ടു ഞാൻ മൂടും നിന്നെ മൂടും ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാദുകം പുറത്തു വച്ചു നീ നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി തെറിച്ചു അമ്മേ. ചക്രവർത്തിനി ചേനവർത്തിനി. ചേനയല്ല, കായ. പയർ വേവിച്ചില്ലേ അമ്മ? ഇതാ വയ്ക്കണം വേണ്ട. വേവിച്ച പയർ റെഡി. ഇനി കഷ്ണം കഴുകിയത് ഇടട്ടെ കേട്ടോ. കൃത്യമാവണം അത്രയും കഴുകണം എനിക്ക്. അതാണ് വീഡിയോയിലും പുറത്ത്. ആ ഓക്കെ. വീഡിയോഗ്രാഫർ കഷ്ടപ്പെടണ്ട കേട്ടോ ഇതൊന്ന് എടുത്തെടുക്കാൻ. സാരില്ലേ, അത്രയും കഷ്ടപ്പെട്ടോളൂ. ഡ്രോൺ വേണം, ഡ്രോൺ. കല്യാണത്തിനൊക്കെ മോളിൽ കൂടി പറഞ്ഞ സാധനം മിടക്കി. അപ്പൊ അതൊന്നും കാണാനില്ലല്ലോ. കല്യാണത്തിന് പോകാത്തോണ്ടാ. ഞാൻ പോയില്ലേ ഇപ്പൊ 2 കല്യാണം. ആ കല്യാണമൊക്കെ താഴെ എടുക്കുന്ന ആൾക്കാരാ. അത് മതി. അതെ. കഷ്ണം വെച്ചു, കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിനൊക്കെ അത്ര വെള്ളമേ വേണ്ടൂ, എല്ലാം വേവണ സാധനങ്ങളല്ലേ. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് പൊടി ഇടണം. കാണിക്കാം കേട്ടോ. ഇതാ മഞ്ഞൾപ്പൊടി, മഞ്ഞപ്പൊടിയുടെ വാസന കണ്ടില്ലേ? നല്ല മഞ്ഞപ്പൊടി. അസല് മഞ്ഞപ്പൊടിയാ, ശാന്തിയുടെയാ. ശാന്തി മഞ്ഞപ്പൊടി, മഞ്ഞ ശാന്തി. മഞ്ഞ ശാന്തി ഒന്ന്. മുളക് പൊടി, മുളക് പൊടി ആരുടെ? മുളക് പൊടി മില്ലുകാരുടെ പൊടിക്കണം. ഈസ്റ്റേണല്ല. ഉപ്പ് പൊടി, ഉപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇനി ഇടാം. വേവിച്ചെടുക്കുക കേട്ടോ. ആയിക്കോട്ടെ. 3 വിസിലിന് കറക്റ്റാവും. ധാരാളമാവും. ക്യാമറ ഒക്കെ തല്ലി പൊളിക്കുക. കണ്ടുപറഞ്ഞും ക്യാമറമാൻ നിന്നോളണം. ഇനി അരയ്ക്കാനുള്ളതുകൾ എടുക്കുകയാണ്. തേങ്ങ നല്ലോണം ഇടണം, അപ്പോൾ നല്ല സ്വാദ് ഉണ്ടാവും. തേങ്ങ നല്ലോണം ഇടണം, നല്ല സ്വാദ് ഉണ്ടാവും. ഇതൊക്കെ ഇടണ്ടേന്നോ? തേങ്ങ, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി കണ്ട, ചുമന്ന ഉള്ളി കണ്ട, അത്. ഈ ജീരകം ഭയങ്കര വെണ്ണ പോലെയൊന്നും അരയണ്ട, ഒരുമാതിരി അരഞ്ഞാൽ മതി കേട്ടോ. ജീരകം. ഇംഗ്ലീഷ് എന്താ? ചീരയൊന്നുമല്ല, അറിയാത്തവരെയൊക്കെ പറ്റിക്കല്ലേ. ജീരകത്തിന് അങ്ങനെയൊക്കെ ഒരു പേരൊക്കെ മതി. കവറുമ്പോ ജീരകം എന്ന് എഴുതിയേക്കണേ. പറയാൻ വിചാരിച്ച് നോക്കി, പക്ഷെ അതിലെ ജീരകം എഴുതിയേക്കണേ. ഇംഗ്ലീഷ് വേണ്ടെന്ന് വെച്ചാൽ ഒരു അസഫറ്റിയുടെ കിട്ടിയതുകൊണ്ട് ഇപ്പൊ എല്ലാത്തിനും ഇംഗ്ലീഷ് ചോദിക്കില്ല പണി. ഉലുവയ്ക്കെന്താ? സായിപ്പന്മാർക്ക് ഉലുവയും ജീരൊന്നും ഇല്ല. ജീര ഉണ്ടാവും. അരയ്ക്കാൻ പോണോ? അരച്ചത് ജീരകത്തിന്റെ ഇംഗ്ലീഷേ ക്യുമിൻ. ക്യുമിൻ എനിക്കറിയാം, അവിടെ എഴുതി വെച്ചേക്കണ. എന്താന്നറിയോ? ഫെനുഗ്രീക്ക്. അത് ഭയങ്കര വിഷമം. ഇതൊക്കെ അറിഞ്ഞ ഞാൻ മിണ്ടാണ്ടിരിക്കുന്നു. എന്താ അതുകൊണ്ട് നിനക്ക് ഗുണം എനിക്ക് പറഞ്ഞു തന്നൂടെ? നോക്കു അരച്ചത് നന്നായിട്ടുണ്ട്. ഇനി അരപ്പ് ആ വേവിച്ച കഷ്ണവും പയറും കൂടെ മിക്സ് ചെയ്തിട്ട് അരപ്പ് ചേർക്കണം. ദാറ്റ് ഈസ് ഓൾ. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. പിന്നെ പച്ച വെളിച്ചെണ്ണയും കരുവേപ്പിലയും. ഇതാ കഷ്ണം, കാച്ചില ചേന, പയറല്ല കായ, കൂർക്ക, അതിലക്കിഴങ്ങ് കണ്ടിച്ചേ വേവിച്ചത് കണ്ട, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് പൊടി ഇട്ട് വേവിച്ചത്. ഓക്കെ, പയർ വേവിച്ചത് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. തേങ്ങ, ഉള്ളി, ജീരകം, ചെറിയ ഉള്ളി, ചുമപ്പ്, അരച്ചത്, കരുവേപ്പില, മുതലമ്മയുടെ അവിടെ നിന്ന് വെളിച്ചെണ്ണ പിടിയെന്ന്
ഏലസ 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 ഇട്ടു 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 ഇട്ടു. അതിനകത്ത് കിടക്കുന്നുണ്ട്. ഞാൻ കോരിടാം. ഞാൻ വേണേ കൈ വെച്ച് നിന്ന് എടുത്തിടാം. വേണ്ട, അഗ്നിപരീക്ഷണമൊന്നും വേണ്ട ജയ, മകീരായിട്ട്. ഇതാ പയറിടണം, കഷ്ണം ഇട്ടു. പയറിടണം. പയറും കഷ്ണം കൂടെ വെച്ചാലേ ശരിയാവില്ല. കഷ്ണത്തിന് ഇത്തിരി വേവുള്ളൂ, പയർ കുറച്ചുകൂടി വേണ്ട. അത് പായസം പോലെയാവും. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് എന്ത് ചടയെന്നായി. ഞാൻ പറഞ്ഞ ആ അരിയണ പണിയുള്ളൂ, പിന്നെ പണിയൊന്നുമില്ല. ഇത് മോഹം വരാറുണ്ടോ? എനിക്ക് വരാറുണ്ട്, പക്ഷെ ചെയ്യാറില്ല. പുഴുക്കൻ കഞ്ഞിയൊക്കെ കഴിക്കാൻ മടി കൊണ്ടാവും. ഏയ് അതിപ്പോൾ ആരോടെങ്കിലും ഒന്നരോട് പറഞ്ഞാൽ നുറുക്കി തരില്ലേ. അതൊന്നുമല്ല, അങ്ങനെ ആലോചിക്കാറില്ല, അത്ര തന്നെ. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് തിളയ്ക്കണം. അത് കഴിയുമ്പോൾ ഉപ്പൊക്കെ മതിയോന്നൊന്ന് കയ്യിൽ വെച്ച് നോക്കുക. പോരെങ്കിൽ കുറച്ച് ഉപ്പൊടി ഇടുക, വേറൊന്നും ഇടണ്ട. ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയും ഇടുക, അത്ര തന്നെ ഇടും. ഉണക്കാൻ പോണു. ഇനി ഓഫാക്കാൻ പോണു അമ്മ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ, കാച്ചാത്ത വെളിച്ചെണ്ണ, അതാണ് പച്ച വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. കരിവേപ്പില ഇടണം. മൃദുലമ്മയുടെ കരിവേപ്പില, നിർമ്മലമ്മയുടെ ഗോതമ്പ് കഞ്ഞി, രമമ്മയുടെ കൂവക്കുറുക്ക്, മാങ്ങാച്ചമ്മന്തി എല്ലാം കൂടി മകീരവും തിരുവാതിരയും ആഘോഷിക്കുക തന്നെ. വാസന വരുന്നുണ്ടോ? പുഴുക്ക് റെഡി. കഴിക്കേണ്ടവർക്കൊക്കെ വന്നാൽ കഴിക്കാം. എന്തിൻ്റെ കൂടെ വേണേൽ കഴിക്കാം. പുഴുക്ക് തന്നെ കഴിക്കാം, പപ്പടവും കൂട്ടി. കഞ്ഞി, ഗോതമ്പ് കഞ്ഞി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം. ചേന ദോശയുടെ കൂടെ കഴിക്കാം. പോരെ? ധാരാളം. സെറ്റ് മദർ. അപ്പോൾ എല്ലാവരും പോയി ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ബൈ.